ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ ആണ്. അപ്പോൾ വോൾട്ട്മീറ്റർ എന്ത് ചെയ്യാം, ശരിക്കും വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യാൻ, വോൾട്ടേജ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് എന്ത് ചെയ്യുക, വോൾട്ട്മീറ്റർ എന്ന് പറയാം. എങ്ങനെ ഗാൽവനോമീറ്റർ വോൾട്ട്മീറ്റർ ആക്കി മാറ്റാം. ഓക്കെ, ഈ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം അതിനോട് ഗാൽവനോമീറ്റർ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കറസ്പോണ്ടിങ് എങ്ങനെ വോൾട്ട്മീറ്റർ ആയിട്ട് മാറ്റാൻ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ഗാൽവനോമീറ്റർ ഉണ്ട്, വോൾട്ട്മീറ്റർ ഉണ്ട്. ഓക്കെ, ഇത് കൺവേർഷൻ ആണ് പറയാൻ പോകുന്നത്. ഓക്കെ, ശരി. ഇവിടെ നമ്മൾ ഗാൽവനോമീറ്ററിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഗാൽവനോമീറ്ററിൽ വോൾട്ട്മീറ്റർ ടു മെഷർ വോൾട്ടേജ് ഡ്രോപ്പ് മെഷർ ചെയ്യാനാണ് വോൾട്ട്മീറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ ഒരു ഡയഗ്രം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കാം. അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ ഗാൽവനോമീറ്റർ അക്രോസ് ആയിട്ട് വെരി ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. എന്താണ് ഗാൽവനോമീറ്റർ അക്രോസ് ആയിട്ട് വലിയൊരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക. ആ റെസിസ്റ്റൻസിന് പറയുന്ന പേരാണ് R. ഓക്കെ, R. അപ്പം ശ്രദ്ധിക്കുക. അപ്പം ഇതിലൂടെ ഒരു കറന്റ് ഒഴുകും, അപ്പം ഇതിലൂടെ ഒഴുകുന്ന കറന്റ് എന്ന് പറഞ്ഞാൽ ഗാൽവനോമീറ്റർ കറന്റ് ആണ്. ഓക്കെ, അപ്പം IG കറന്റ് ഇതിലൂടെ അങ്ങനെ ഒഴുകും. ഓക്കെ, അക്രോസ് ഇന്ത്യ വെരി ഹൈ റെസിസ്റ്റൻസ്. അപ്പം ഒരു ഗാൽവനോമീറ്റർ കറസ്പോണ്ടിങ് ആയിട്ട് വെരി ഹൈ റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഗാൽവനോമീറ്റർ എന്ത് ഒരു വോൾട്ട്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ കൊടുത്തിട്ട് കണക്ട് വെരി ഹൈ റെസിസ്റ്റൻസ് ഇൻ സീരീസ് ടു ഗാൽവനോമീറ്റർ. ആ കണക്ട് ചെയ്യുമ്പോൾ സീരീസ് ആയിട്ട് വേണം കണക്ട് ചെയ്യാൻ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട്മീറ്റർ ആയിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ അതേമാതിരി തന്നെ ശ്രദ്ധിക്കാം. ഇങ്ങനെയാണ് ഇവിടെ പറയാൻ പറ്റും, ഇതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്, ഇതിന് അക്രോസ് ആയിട്ട് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. അതായത് ടോട്ടൽ വോൾട്ടേജ് ഇതിന് അക്രോസ് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് ഇതിലുണ്ടാവുക. ശ്രദ്ധിക്കുക. അപ്പം വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ വോൾട്ടേജ്, ഇപ്പം ഇവിടെ ടോട്ടൽ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലെങ്കിൽ വോൾട്ടേജ് എന്ന് പറയുന്നത്, വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. V = ഓക്കെ, V = എന്താ, നമ്മളോട് അറിയാം V = IR എന്ന് പറയും. അത് ഓംസിൽ പറയുന്നത് V = IR എന്ന് അറിയാം. ഓക്കെ, ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്താ IG. ഓക്കെ, IG. ഓക്കെ, അപ്പം നമുക്കറിയാം ഓംസിലോ എന്താ I = എന്താ ഓക്കെ ഓംസിലോ പറയാം V = എന്താ IR എന്ന് പറയാം. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ സർക്യൂട്ടിലൂടെ പോകുന്ന ടോട്ടൽ വോൾട്ടേജ്, ടോട്ടൽ കറന്റ് എന്ന് പറഞ്ഞാൽ IG ആണ് ഇവിടെ ടോട്ടൽ കറന്റ് എന്ന് പറയാം. അപ്പം IG എന്നാണ് നമ്മുടെ ഗാൽവനോമീറ്ററിന്റെ കറന്റ്, IG എന്നാണ് ഗാൽവനോമീറ്റർ കറന്റ്. ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസും പിന്നെ വെരി ഹൈ റെസിസ്റ്റൻസ് കൂട്ടിയാൽ കിട്ടുന്ന റെസിസ്റ്റൻസിനെ പേരാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ കറന്റ്. ഓക്കെ, ഇപ്പം അതുപോലെ തന്നെ ഇവിടെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ G+R, അതിനെ പറയുന്ന പേരാണ് എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, അത് അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം V = I × R. ഇവിടെ I ഉണ്ട്, R ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കൊടുക്കാം. അപ്പം V = IG × G+R, അതാണ് ഇവിടെ കിട്ടിയ ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ R-ന്റെ വാല്യൂ കാണണം, ഈ R-ന്റെ വാല്യൂ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് V/IG = G+R കൂടെ V/IG = G+R, അത് നമുക്ക് R കാണാം. അപ്പോൾ R എന്ന് പറയുന്ന ക്യാപിറ്റൽ R, അതായത് വെരി ഹൈ റെസിസ്റ്റൻസ് R = V/IG - G. V/IG - G കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അൺനോൺ റെസിസ്റ്റൻസ് R കണ്ടുപിടിക്കാൻ പറ്റും.